നടക്കാവിലെ കൊട്ടാരം റോഡുകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസു എന്ന ടി വാസുദേവൻ നായരെന്ന മഹാസാഹിത്യകാരൻ. എവിടെ പോയാലും ഈ നാട്ടുകാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ടിയുടെ അയൽവാസികൾ ആയിരുന്നുവെന്നാണ്. ജന്മം കൊണ്ട് പാലക്കാട് കൂടല്ലൂരുകാരനാണെങ്കിലും കോഴിക്കോട് മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായി ജോലി തുടങ്ങി. സാഹിത്യത്തിലും സിനിമയിലും പേരെടുത്തതോടെയാണ് ടി കൊട്ടാരം റോഡിലെ സിതാരയിലേക്ക് മാറിയത്. മഹാസാഹിത്യകാരന്റെ മരണം അറിഞ്ഞതോടെ ഇവിടേക്ക് ജനം ഒഴുകിയെത്തുകയാണ്. ഇതോടെ ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. വൈകിട്ട് വരെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നവർ വാഹനങ്ങൾ മറ്റിടങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം വീട്ടിലേക്ക് എത്തണം എന്നാണ് അറിയിപ്പ്. കഴിഞ്ഞ എത്രയോ വർഷമായി കൊട്ടാരം റോഡുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ജനാവലി. മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ, മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും തൊട്ട് ദൂരദിക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തുന്ന ആരാധകർ. ടി സിതാരയിൽ ഉള്ളിടത്തോളം കാലം കൊട്ടാരം റോഡിൽ തിരക്കായിരുന്നു. ആയിരക്കണക്കിന് കത്തുകളായിരുന്നു ഒരു കാലത്ത് ഈ വിലാസത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചില സാഹിത്യകാരന്മാർ തന്നെ കുപ്രചരണം നടത്തുന്നത് പോലെ നാട്ടുകാരോട് ചിരിക്കാത്തവനും പിശുക്കനും ഒന്നുമായിരുന്നില്ല ടി. പൊതുവെ മിതഭാഷിയായിരുന്നു. അത് ജന്മസിദ്ധമായ സ്വഭാവമാണ്. മമ്മൂട്ടി വന്നാലും ഒരു സാധാരണക്കാരൻ വന്നാലും അദ്ദേഹത്തിന് തുല്യ പരിഗണനയാണ്. കോട്ടിയ ചുണ്ടിൽ ഒരറ്റത്ത് ബീഡിയുമായാണ് ആരോഗ്യമുള്ള പ്രായത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹം ബീഡിവലി പൂർണ്ണമായും നിർത്തി. ബഷീറിനെ പോലെ വീട് തുറന്നിട്ട് അതിഥികളെ സ്വാഗതം ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ടി. സ്വകാര്യത അദ്ദേഹത്തിന് ഏറെ വിലപ്പെട്ടതായിരുന്നു. കൊട്ടാരം റോഡിലെ സിതാരയിലെ ഗേറ്റ് ഒരിക്കലും തുറന്നിടാറില്ലായിരുന്നു. ടിയുടെ അടുത്തു ചെല്ലാൻ ആരും മടിക്കും. പക്ഷേ അടുത്തു പരിചയമില്ലാതെ മലയാളിയുടെ ഹൃദയത്തിൽ ഇത്ര ഉറപ്പോടെയിരുന്ന ഏകാംഗിയുടെ പേരും ടി വാസുദേവൻ നായർ എന്നു തന്നെ. എന്നാൽ നാട്ടുകാരോട് ഒരിക്കലും ബോധപൂർവമായ അകൽച്ച അദ്ദേഹം കാണിച്ചിരുന്നില്ല. റെസിഡൻസ് അസോസിയേഷൻ വാർഷികം, പൊന്നാട അണിയിച്ച് ആദരിക്കൽ തുടങ്ങിയ പരിപാടികളിലൊന്നും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അതിനൊന്നും വന്ന് ടിയെ ക്ഷണിക്കാനും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രദേശത്തെ സ്കൂളുകളുടെ പരിപാടിക്ക് ടി സന്തോഷപൂർവ്വം പങ്കെടുത്തു. ഉത്സവങ്ങളും ആഘോഷങ്ങളും അടക്കമുള്ളവയ്ക്കെല്ലാം പതിവ്. ഒരിക്കൽ മരം വീണ് നടക്കാവ് ഭാഗത്ത് മണിക്കൂറുകൾ പോയപ്പോൾ ടിയുടെ ഒരു ഫോൺ കോളാണ് അധികൃതർക്ക് പോയത്. ADM അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പട തന്നെ ക്ഷമാപണവുമായി നേരിട്ടെത്തി. ടി ഉള്ളതുകൊണ്ട് ഈ നാടിൻ്റെ റോഡിനും കിട്ടി VIP പരിഗണന. അല്ലെങ്കിലും എന്നും VIP-കൾ വന്നുകൊണ്ടിരുന്ന റോഡായിരുന്നു അത്. ഇലക്ഷൻ കാലത്തൊക്കെ ടിയുടെ അനുഗ്രഹം വാങ്ങുക എന്നത് സ്ഥാനാർത്ഥികളുടെ ഒരു ചടങ്ങായി. UDF, LDF, BJP സ്ഥാനാർത്ഥികളൊക്കെ സിതാരയിലേക്ക് പാഞ്ഞെത്തി. ടിക്കാകട്ടെ ഇത്തരം നാട്യങ്ങളോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മുൻകൂട്ടി വിളിച്ച് സമ്മതം വാങ്ങാതെ കാണാൻ വരുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അപ്രീതിയുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാൻ ടിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് മുഖം അത് വിളിച്ചു പറയും. തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണെങ്കിൽ ഒന്നും പറയാതെ ഇറങ്ങിപ്പോകും. ഇതായിരുന്നു ടിയുടെ രീതി. ഇതെല്ലാം അരസികന്മാരോട് മാത്രമായിരുന്നു. നാട്ടുകാരുമായും അയൽവാസികളുമായും ഊഷ്മള ബന്ധമായിരുന്നു ആ കുടുംബത്തിന്. ടിയുടെ അഭാവം പ്രാദേശിക പരിപാടികളിൽ നികത്തിയിരുന്നത് പത്നി സരസ്വതി ടീച്ചറായിരുന്നു.